ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രജ നന്ദിനിയിൽ നിന്നും ആ സാരി വാങ്ങിയതിനെ ചോദ്യം ചെയ്യുകയാണല്ലോ വേദ. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യണമല്ലോ. ഇതേ സമയം എടിനി ആരോട് വേണമെങ്കിലും പറഞ്ഞു കൊടുത്തോ, എനിക്കിപ്പോൾ ഈ സാരി വാങ്ങുക എന്ന് പറയുന്നത് എത്ര വലിയൊരു സംഭവം എന്നല്ല. ഇത്രയും കോസ്റ്റ്ലി ആയ ഒരു സാരി അവളുടെ കയ്യിൽ ഇരിക്കരുതെന്ന് കരുതിയാണ് ഞാനിത് വാങ്ങിയത്. പറ്റുമെങ്കിൽ നീ കേട്ടോ. അപ്പോൾ എന്തെന്ന് വേദ ചോദിക്കൂട്ടോ. അതെ, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഈ സാരി വാങ്ങിയത് 24,000 രൂപ വരുന്ന ഈ സാരി അവളുടെ കയ്യിൽ വെച്ചാൽ പിന്നീട് സൂര്യ അത് അവളോട് എടുക്കാൻ പറയും. അതവൾ എടുക്കും. അങ്ങനെ ഓരോ ദിവസം ഈ പണക്കാരുടെ ആ ഒരു മൂല്യം അവൾ മനസ്സിലാക്കും. എത്രമാത്രം വിലമതിക്കുന്ന സാരികളാണെന്നും പണത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പണക്കാരുടെ ജീവിതത്തിൻ്റെ സ്വർഗം എന്തെന്ന് അവൾ മനസ്സിലാക്കും. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൾ ഈ വീട്ടിൽ നിന്ന് പോകും. ഇപ്പോൾ പാവപ്പെട്ട നന്ദിനി പണക്കാരിയായി മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് വേണമെങ്കിൽ നീ വിശ്വസിച്ചോ, അല്ലെങ്കിൽ നീ മമ്മിയോട് ചെന്ന് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ അങ്ങ് പോവുകയാണ്. ഇതേ സമയം വേദ പറയാണ്, ചേച്ചി പറയുന്നതിൽ എന്തോ എനിക്ക് എവിടേക്കോ ഒരു ലോജിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താ എന്നെ കൺഫ്യൂസ് ആക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വേദ എന്താ ഇവർ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടത്തരം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ പോയി. പിന്നീട് കാണിക്കുന്നത് സൂര്യയാണ് കേട്ടോ. സൂര്യ അർദ്ധരാത്രിയിൽ വന്നിരിക്കുകയാണ്. വിവേകിൻ്റെ അടുത്ത് കുടിച്ചിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതൽ കുടിക്കും. നന്ദിനിയാണെങ്കിലോ ടെറസിൽ നിൽക്കുന്നുണ്ടെന്ന് സൂര്യക്ക് അറിയില്ല. അങ്ങനെ സൂര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, അയ്യോ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന നന്ദിനി, ഞാൻ കുടിച്ച അവൾ കുടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ ഞാൻ കുടിച്ചതായി അറിയരുത്. അപ്പോൾ അതിന് എൻ്റെ വായൊക്കെ സ്മെല്ലുണ്ടെന്ന് നോക്കട്ടെ, എൻ്റെ ഒന്ന് കടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിനയുടെ ഇലയൊക്കെ എടുത്ത് ചവക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യ വീഴാൻ പോവുക. അപ്പോൾ തൻ്റെ കാറിൻ്റെ മുകളിലോട്ട് തന്നെയാണ് കേട്ടോ വീഴുന്നത്. അപ്പോൾ ഈ സമയം സൂര്യ കാറിനോട് പറയണേ, ഏടാ ഞാൻ ഇന്നെ ഇത്രയും നാളും കൊണ്ട് നടന്നതിനുള്ള ആ നന്ദി നീ എന്നോട് ചെയ്തു. ഞാൻ വീഴാൻ പോകുമ്പോൾ എന്നെ കാറ് വെച്ച് നീ തടുത്തു. എന്നാൽ ഞാൻ നിലംപുത്തിയിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ കുടിച്ചതായിട്ട് നന്ദിനി അറിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്ദിനി കാണാൻ കേട്ടോ. അപ്പോൾ നന്ദിക്ക് ദേഷ്യം ഇങ്ങനെ കയറണം. ആഹാ, അപ്പോൾ എന്നെ പറ്റിക്കായിരുന്നില്ലേ, ഇന്നലെ അവൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയരുത്. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലാണ്. ഈ സമയം കാണാൻ തൻ്റെ വീട്ടുകാർ നിരന്ന് അവിടെ സോഫയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി സൂര്യ, ആഹാ, എന്നിവിടെ എല്ലാവരും ഉണ്ടല്ലോ, എന്തായാലും എല്ലാവരും ഉണ്ടാവണം, അതിനു വേണ്ടി തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ സൂര്യയോട് ചോദിക്കണേടാ, നീ എന്താടേ കാണിക്കുന്നത്, നീ എന്തിനാടെ ഇങ്ങോട്ടേക്ക് കുടിച്ച് വന്നിരിക്കുന്നതെന്ന് ചോദിക്കണേടാ. അത് കേട്ടോടെ തന്നെ പിന്നെ ഞാൻ കുടിക്കാതെ, എൻ്റെ അമ്മ എന്ന് പറയുന്ന ഇവർ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തിയും കണ്ടാലേ ഞാൻ കുടിക്കല്ലാതെ പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കണേട്ടോ. അത് കേട്ടോടെ തന്നെ കുടിക്കാൻ പാടില്ല എന്ന് നിന്നോട് പലവട്ടം ഇവിടെ എല്ലാവരും പറഞ്ഞതില്ല, പക്ഷെ നീ ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയാം, എങ്ങനെ ഡാഡി ഞാൻ കുടിക്കാതിരിക്കും, ഈ നന്ദിനി എന്ന് പറയുന്നവൾ എൻ്റെ ആരാണ്, എൻ്റെ ഭാര്യയാണ്, അവൾ എൻ്റെ പെങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളും വിഷുവിന് ഇതിനായിട്ട് എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്, എന്താ ഇവളിപ്പോൾ കാണിക്കുന്നത്, ഇവരൊക്കെ പാടെ കൂടി എൻ്റെ ഭാര്യയെ അപമാനിക്കല്ലേ ചെയ്ത്, അതങ്ങനെ എനിക്കങ്ങ് നോക്കി നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ എന്തായാലും നീ പിന്നെ അത് വിട്ടേക്ക്, അത് വെച്ചിട്ട് കുടിക്കുകയാണോ, നിൻ്റെ ജീവിതമല്ലേ തുലയുന്നതെന്നൊക്കെ എന്നെ പറയുമ്പോൾ, ഞാൻ കുടിക്കല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, കുടിക്കുക തന്നെ ഞാൻ ചെയ്യും. ഇവർക്ക് മറുപടി കൊടുക്കണം, ഇവരൊരു കാര്യം ചിന്തിച്ചോട്ടെ ഡാഡി, ഇവർക്ക് അർഹിക്കുന്നതേ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ പെങ്ങളല്ലേ നന്ദിനി പറഞ്ഞപ്പോൾ ഞാനത് കേട്ട് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു, പക്ഷേ ഇവരത് അർഹിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി. അതിനെ എങ്ങനെ ഇവർക്ക് പണം തലക്ക് പിടിച്ച അഹങ്കാരമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നത്, ഈ വീടും ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും എൻ്റേതാണ്, എൻ്റെ പേരിലാണ്, അതുകൊണ്ട് ഈ വീട്ടിൽ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ഇന്ദ്രജ, എടാ നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്, നമ്മുടെ മമ്മിയോടാണ്, ആരോടാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും. എൻ്റെ ഭാര്യയോട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക എങ്കിൽ അവളുടെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ എനിക്കും ഇതേപോലെ തിരിച്ച് മറുപടി പറയാൻ അറിയാം, അതുകൊണ്ട് അത് ഓർക്കുന്നതല്ല. അപ്പോഴേക്കും അവിടെ പുറത്ത് യതീന്ദ്രൻ പറയണം, അതേടെ സൂര്യ നീ ഇങ്ങനെ സംസാരിച്ച് മുഷിയാതെ നീ പോയിക്കോ എന്ന് പറയാം കേട്ടോ. പക്ഷേ ആ സമയം അതൊന്നും കേൾക്കാൻ സൂര്യ തയ്യാറാവില്ല. അങ്ങനെ സംസാരിച്ചതിന് മുകളിലൂടെ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ യതീന്ദ്രൻ പറയണം, പോകുന്നുണ്ടോ എന്ന് പറയണം. അപ്പോൾ ഈ സമയം വിജയ് അവിടെ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ വിജയോട് പറയണേ, നീ നിൻ്റെ ഭാര്യയുടെ വാലും തൂങ്ങി നടന്നോ, ആ സാരി 2 കൈയും വീട്ടിൽ വാങ്ങാൻ ഒരുങ്ങിയനല്ലേ നീ ഈ സാരിയും ഡ്രസ്സും, പിന്നെ എന്താ ഇവരുടെ വാക്ക് കേട്ട് തട്ടിത്തെറിപ്പിച്ച്, ആണായാലേ ഒരൊറ്റ ലെവലിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് വിജയും ചീത്ത പറഞ്ഞ് പോവാണ് കേട്ടോ. പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത്. നന്ദിനി, ആഹാ, എന്നെ പറ്റിച്ച് കുടിച്ചില്ലേ, എങ്കിലും ഞാനും കുടിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദിനി മദ്യക്കുപ്പി എടുക്കുകയാണ്.
അപ്പോൾ ഈ സമയം മദ്യക്കുപ്പി എടുക്കുമ്പോൾ നന്ദിക്ക് അയ്യോ ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, എൻ്റെ താനൂരമ്മ തന്നെ എന്നോട് പറ, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്. സൂര്യ സാറിന് ഇന്ന് ഞാൻ കുടിച്ചില്ലെങ്കിൽ സൂര്യ സാർ ഇത് തുടരും, അപ്പോൾ ഇതിന് ഞാൻ കുടിക്കന്നെ വേണം, എന്നാൽ ഇത് എങ്ങനെ ഞാൻ കുടിക്കും, ഏതായാലും താനൂരമ്മയോട് ചോദിച്ച് നോക്കട്ടെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. അങ്ങനെ നന്ദിനി എന്നും ചെയ്യുന്നത് പോലെ ആ നറുക്കിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ താനൂരമ്മ പറയുന്നത് കുടിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ നറുക്ക് പിന്നിരിക്കുകയാണ്. പക്ഷേ സൂര്യയാണെങ്കിൽ ഈ കോണി ആരെങ്ങനെ തിരിച്ചു വെച്ചത്, കോണി കയറാൻ പറ്റുന്നില്ലല്ലോ, ആരോട് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ തിരിച്ചു വെച്ചത്, മനുഷ്യൻ കയറുമ്പോൾ താഴോട്ട് പോകുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂര്യ കയറി വരുന്നത്. എന്തായാലും നന്ദിനി ഞാൻ കുടിച്ചു എന്ന് തോന്നരുത്, ഇപ്പോൾ കുടിച്ചെന്ന് തോന്നൂലല്ലേ, ആ മണത്ത് ഒതി നോക്കട്ടെ, ഇല്ല മണക്കുന്നില്ല, ഞാൻ കുടിച്ചതായി തോന്നില്ല, ഞാൻ കുടിച്ചാൽ അവളും കുടിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് കുടിച്ചതായി തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറുന്ന സമയത്ത് നന്ദിനിയാണെങ്കിലും മദ്യം എടുത്തിരിക്കുകയാണ്. അപ്പോൾ മദ്യം എടുത്തിട്ട് അതിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് നന്ദിനി മണത്ത് നോക്കുകയാണ്, തന്നെ കൊണ്ട് കഴിയുന്നില്ല. അയ്യോ ഛർദ്ദിക്കാൻ വരുന്ന അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നന്ദിനി എന്താ ചെയ്യുക അറിയില്ല. പക്ഷേ ഞാനിത് കുടിച്ചില്ലെങ്കിൽ സൂര്യ സാറ് നാളെ ഇത് ആവർത്തിക്കും. അങ്ങനെ തൻ്റെ മൂക്ക് പൊത്തിയിട്ട് മദ്യങ്ങൾ വായിലോട്ട് വെക്കുക. ആ സമയം നന്ദിനിക്ക് ഛർദ്ദിക്കാൻ വന്ന് കുറച്ചവിടെ തുപ്പിക്കളയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം പറ്റില്ല, ഇത് കുടിക്കുക തന്നെ വേണം, ഇതെങ്ങനെയെങ്കിലും കുടിക്കണം. അങ്ങനെ കുറച്ചങ്ങ് കുടിക്കുമ്പോഴേക്കും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ലെവലിലോട്ട് എത്തുക. അതായത് വെള്ളമൊന്നും ചേർക്കാതല്ലേ കുടിക്കുന്നത്, ആദ്യം ഗ്ലാസ് എടുക്കുന്നുണ്ട്, ഇതിലോട്ട് അല്ലെങ്കിൽ വേണ്ട വെള്ളം ചേർത്താൽ ശരിയാവില്ല, എല്ലാവരും കുടിക്കുന്നത് പോലെ ഇത് ഡയറക്റ്റ് കുടിക്കേണ്ടതല്ല, അപ്പോഴാണ് അതിൻ്റേതായ അത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദിനി വീണ്ടും കുടിക്കണം. അങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കുടിക്കുക. പിന്നീട് നന്ദിനിക്ക് മൂക്ക് പൊത്തേണ്ട ആവശ്യം വരില്ല, പിന്നെ നന്ദിനി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം അല്ലേ. എന്നെ പറ്റിക്കുകയല്ലേ, എന്നോട് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കുകയല്ലേ, എന്നാൽ സൂര്യ സാറേ ഞാനും സൂര്യ സാറിനെ നേരെയാക്കാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്, സൂര്യ സാറിന് കുടിക്കാമെങ്കിൽ എനിക്കും കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ബോട്ടിലെ പകുതി ഭാഗം കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി അവിടെ ആ ഷൂ ഇടാൻ വേണ്ടി ഇരുന്നിരുന്നില്ല, അവിടെ ഒരു സോഫ ഉണ്ടല്ലോ, കയറി വരുന്നോടത്ത് അവിടെ പോയി നന്ദിനി ഇരിക്കുകയാണ്. ഇതേ സമയം സൂര്യക്ക് ഇതൊന്നും അറിയില്ല. സൂര്യയാണെങ്കിലോ അയ്യോ നന്ദിനി ഇതറിയാൻ പാടില്ല, കുടിച്ചെന്ന് അറിഞ്ഞാൽ അവൾ കുടിക്കുമ്പോൾ അവളിപ്പോൾ പഴയ നന്ദിനിയല്ല, അവളൊന്നും ഒരു ഉഷാറായിട്ടുണ്ട്, അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ, അത് വേണ്ട, കുടിക്കാൻ പാടില്ല, ഒരു പാവം പെണ്ണിനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, ഞാൻ കാരണം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യക്ക് നടക്കാൻ കഴിയുന്നില്ല. സൂര്യ ഓരോ അടി നടക്കാൻ ശ്രമിക്കണം, സൂര്യ പിറകോട്ട് വീഴാനിട്ടാ. അപ്പോൾ ഈ സമയം സൂര്യ റൂമിലോട്ട് കയറുന്ന സമയത്ത് സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെവലില്ലാത്ത വിളി വരികയാണ്. അയ്യോ ഇതാരാ, നന്ദിനിയാണല്ലോ വിളിക്കുന്നത്, ഇവിടുന്ന് സൂര്യ സാർ എന്ന് പറയട്ടോ. അപ്പോൾ സോഫയിൽ ഇങ്ങനെ നന്ദിനി ഇരിക്കുന്നുണ്ടാവും. സൂര്യ സാർ കുടിച്ചു അല്ലേ, അയ്യോ നന്ദിനി ഞാൻ കുടിച്ചില്ല, വെറുതെ ഇങ്ങനെ പറയല്ലേ, ഞാൻ കുടിച്ചില്ല. അപ്പോഴേക്കും സൂര്യ സാർ കുടിച്ചൂലേ, എന്നോട് കള്ളം പറയും, ഇല്ല നന്ദിനി ഞാൻ കുടിച്ചില്ല. സൂര്യ സാറേ എന്നോട് കള്ളം പറയില്ല, സൂര്യ സാറേ കുടിച്ചൂലേ, എൻ്റെ മുന്നിൽ നുണ പറയരുത്, കുടിച്ചൂലേ, ഇല്ല നന്ദിനി ഞാൻ കുടിച്ചില്ല. അപ്പോഴേക്കും സൂര്യ അവിടെ നിൽക്കുക, ആ സോഫ അവിടെ അങ്ങോട്ട് എടുത്തിട്ട് നന്ദിനി അങ്ങോട്ട് എറിയാണ്. ഇതേ സമയം സൂര്യ ആകെ ഷോക്കാണ്, ഈശ്വര ഒരു സോഫ ഒറ്റയ്ക്ക് നന്ദിനിക്ക് അങ്ങോട്ട് കമഴ്ത്തിയിടാൻ എങ്ങനെ കഴിയുന്നെന്നുള്ളത്. അപ്പം നന്ദിനി നീ എന്താ ഈ കാണിക്കുന്നത്, സൂര്യ സാറ് കുടിച്ചില്ലേ, എൻ്റെ ജീവിതം തൊലച്ചു, എന്നെ എല്ലാവരെയും മുന്നിൽ വെച്ച് കതിർമണ്ഡപത്തിൽ ഞാൻ പോലും അറിയാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒരു കുടിയനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ഞാൻ ഉറങ്ങേണ്ട അവസ്ഥയാണല്ലോ, കുടിച്ചൂലേ, സൂര്യ സാർ എന്നെ പറ്റിച്ചില്ലേ, നന്ദിനി ഞാൻ കുടിച്ചില്ല, സാറ് നുണ പറയരുത്. അപ്പോൾ സൂര്യൻ നന്ദിനിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മദ്യത്തിൻ്റെ മണം കേട്ടോ. ഈശ്വര ഇവള് കുടിച്ചിട്ടുണ്ടല്ലോ, ഈശ്വര ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ട് ഇങ്ങനെ സൂര്യ ആകെ ഇതാവുകയാണ്. നന്ദിനി നീ പോ. അങ്ങനെ സൂര്യ നന്ദിനിയെ പിടിച്ച് വലിക്കുമ്പോഴും എങ്ങനെ നോക്കിയാലും തനിക്ക് പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും നന്ദിനിയെ പുറത്ത് കൊണ്ടുവരാൻ, അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സൂര്യ അങ്ങോട്ട് വിളിക്കുമ്പോൾ നന്ദിനി അങ്ങോട്ട് പോകുന്നു. നന്ദിനിക്ക് നല്ല ശക്തി കിട്ടും, അവൾക്ക് എന്തൊരു ശക്തിയാണ്. നന്ദിനി നീ റൂമിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് റൂമിലോട്ട് അങ്ങ് കയറാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ പറയാൻ വാക്കുകളില്ല. നന്ദിനി അവിടെ ചെല്ലുമ്പോൾ സൂര്യ ബോട്ടിൽ നോക്കുകയാണ്. അപ്പോൾ അതിൽ കാണാം സൂര്യ വെച്ചിരിക്കുന്ന ആ ബോട്ടിൽ നന്ദിനി പകുതിയോളം കുടിച്ചിരിക്കുന്നു കേട്ടോ. ഇത് കാണുന്ന സൂര്യ ഈശ്വര ഇവള് കുടിച്ചു, സാറിനോട് ഞാൻ കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് സാറ് കുടിച്ചെങ്കിൽ തീർച്ചയായും ഞാൻ കുടിച്ചു സാറേ, ഞാൻ കുടിച്ചത് തന്നെയാണ്, സാറ് ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എങ്കിൽ ഞാൻ കുടിച്ച് തന്നെ സാറിന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുടിച്ചു, ഇപ്പം നമ്മൾ റൂമിൽ രണ്ടാളും കുടിച്ചില്ലേ. നന്ദിനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നീ ഇത്രയും കുടിച്ചിരിക്കുക, അതും വെള്ളം പോലും ചേർക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ
ശരീരത്തിന് വല്ല കേടും പിടിക്കില്ലേ? അപ്പോൾ സാറിൻ്റെ ശരീരത്തിന് കേട് പിടിക്കില്ലേ? സാറ് ഇങ്ങനെ വെള്ളം ചേർക്കാതെ ഡെയിലി ഇങ്ങനെ കുടിച്ചും കൊണ്ടിരിക്കുമ്പോൾ സാറിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലേ? നന്ദിനി, നീ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് എന്ത് സാറ് എന്താ പറയുന്നത് കേൾക്കണ്ടേ? സാറിന് കുടിക്കാമെങ്കിൽ എനിക്കും കുടിക്കാം, സാറിന് നിർത്താൻ പറ്റുമെങ്കിൽ എനിക്കും നിർത്താം. നന്ദിനി, നീ എന്തൊക്കെയാണ് ഈ കിടന്ന് കാട്ടുന്നത്? നിങ്ങൾക്ക് തന്നേ സാറേ, ഞാൻ കുറച്ചും കൂടി കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കയ്യിൽ നിന്ന് ആ മദ്യക്കുപ്പി വാങ്ങി നന്ദിനി അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അയ്യോ ഇനി എന്താ ഈ കാണിക്കുന്നത്? അത് സാറ് കുടിച്ചെങ്കിൽ ഞാനും കുടിക്കും. അപ്പോഴേക്കും സൂര്യ മദ്യക്കുപ്പി വാങ്ങി വെക്കുകയാണ്. നന്ദിനി, നീ എന്താ ഈ കാട്ടുന്നത്? താഴെയുള്ളവരൊക്കെ കേൾക്കല്ലേ, കാണല്ലേ? അതിൻ്റെ സാറേ, സാറിനോടും പറയാനുള്ളത് താഴെയുള്ളവരൊക്കെ സാറ് കുടിക്കുമ്പോഴും ഇത് കാണില്ലേ? സാറ് ഓരോ ദിവസവും ഇവിടെ എല്ലാവരുടെയും മനസ്സമാധാനം സാറ് തകർത്തുകൊണ്ടിരിക്കല്ലേ? അപ്പോൾ സാറ് കുടിക്കുമെങ്കിൽ ഇനി ഞാനും കുടിക്കും. സാറ് എപ്പോൾ കുടിക്കുന്നു അപ്പം ഞാൻ കുടിക്കും. സാറ് എപ്പോൾ കുടി നിർത്തുന്നു അപ്പം ഞാൻ. നന്ദിനി, നീ എന്താ ഈ കാണിക്കുന്നത്? എന്തോ ഇനി കാണിച്ച് വെച്ചിരിക്കുന്നത്? എന്തോ സാറേ, സാറ് കുടിച്ചിട്ടല്ലേ വന്നത്, ഇനി ഞാനും കുടിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദിനി വീണ്ടും ഇതാവുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി പുറത്തോട്ട് പോവുകയാണ്. അതേസമയം സൂര്യ, നന്ദിനി നീ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഈ പുറത്ത് പോകുന്നത്? നന്ദിനി പുറത്ത് പോവാതെ. ഇല്ല സാറേ, കുടിച്ചിട്ടുണ്ടെങ്കിൽ സാറ് കുടിക്കും. അങ്ങനെ ഈ സമയം നന്ദിനി, നീ ഇങ്ങോട്ടേക്ക് വാ, ഉറക്കെ ശബ്ദമുണ്ടാക്കരുതേ. അത് കേട്ടോടെ തന്നെ സാറ് ഉറക്കെ ശബ്ദമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് കട്ടിലങ്ങ് ചാടി കയറുകയാണ് കേട്ടോ. സാറ് മിണ്ടാതിരിക്കുന്നുണ്ടോ? സാറ് മിണ്ടല്ലേ, ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി വളരെ മോശമായി പെരുമാറുമ്പോൾ സൂര്യക്ക് പേടിയാവും കേട്ടോ. ഈശ്വര, പുറത്ത് താഴെയുള്ളവർ കേൾക്കും. നന്ദിനി ഒന്നും സാറ് മിണ്ടല്ലേ, സാറ് മിണ്ടാതെ. ഇല്ല ഇല്ല, ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ, അയ്യോ ഈശ്വര പെട്ടല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യുക, ആരോടാ ഇത് പറയുക, ഈശ്വര ഞാൻ പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ കട്ടിലിൽ ഇങ്ങനെ തലപൊത്തി നിൽക്കുമ്പോഴേക്കും നന്ദിനി പുറത്ത് കടന്നിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്തെ വേദത എന്താ ശബ്ദം? സൂര്യയുടെ റൂമിലാണല്ലോ. നന്ദിനി എന്താ എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്? അവൾക്ക് അതിന് മാത്രം ധൈര്യമായോ എന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് വേദ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല കിടുക്കൻ സീനാണ് കേട്ടോ. ഇനി വേദയും ഇന്ദ്രജയും പത്മയൊക്കെ കുടിച്ച നന്ദിനി, മദ്യപിച്ച നന്ദിനി നിർത്തിപ്പോയിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.